നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വായ അധരങ്ങൾ തുറന്ന് തന്ന് കർത്താവ് തരുന്ന വാക്കുകൾ ഉപയോഗിച്ച് നിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ അടിയനെ സഹായിക്കണമേ. നീ തന്നെ വാക്കുകൾ വചനങ്ങൾ തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രോതാക്കളിലേക്ക് കർത്താവെ നിൻ്റെ വചനം കടന്നു ചെല്ലാനും കർത്താവെ അവരുടെ ജീവിതത്തിലെ പരിവർത്തനങ്ങൾ വരുത്താനും വചനങ്ങൾക്കനുസരിച്ചുള്ള ജീവിതം നയിക്കാനും ഞങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവെ നിത്യരക്ഷ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ വിശുദ്ധീകരിച്ച് നീതീകരിച്ച് കൊണ്ടുവരണമെന്നും പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ കൂടെ ഇരിക്കണമേ, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. നമുക്ക് ഇന്ന് ധ്യാനിക്കാനുള്ളത് 2 കൊരിന്ത്യർ 9 അധ്യായം 13 വാക്യം മുതലാണ്. 13 വാക്യം ഞാൻ വായിക്കാം. ക്രിസ്തുവിൻ്റെ സുവിശേഷം ശിരസ വഹിക്കുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴിയും അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും. ഇവർ കൊടുക്കുന്ന ഒരു കളക്ഷനെ സംബന്ധിച്ച്, ജെറുസലേം സഭയ്ക്ക് കൊടുക്കുന്ന ഒരു കളക്ഷനെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ വാചകത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നത് അവർ ദൈവത്തെ സ്തുതിക്കും. പരസ്പരമുള്ള സ്നേഹ ഐക്യം എന്ന് മാത്രമല്ല, ഒരു സാമ്പത്തിക സഹായം ചെയ്യുക അവരുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാം അവർ ദൈവത്തെ സ്തുതിക്കും എന്ന് നമുക്ക് ആ വാചകം ചുരുക്കി ചിന്തിക്കാം. ഇവിടെ ചില കാര്യങ്ങളിവിടെ എടുത്തു പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സുവിശേഷവും കൂട്ടായ്മയുടെ ഔദാര്യവും ഇത് തമ്മിൽ ഒരു ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ് കാണിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സുവിശേഷം അത് ക്രിസ്തു വഴിയുള്ള രക്ഷയെക്കുറിച്ച് പറയുന്നതാണ്. കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ചവനായ യേശു ക്രിസ്തുവിൻ്റെ ആ വീണ്ടെടുപ്പിലൂടെ നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ സുവിശേഷം. അതും ഈ ഔദാര്യമായ ഒരു കൂട്ടായ്മയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. കാര്യം, ക്രിസ്തുവിൽ ആകുമ്പോൾ അവൻ്റെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാകും. അവന് എല്ലാ സഹോദരങ്ങളെയും അവൻ്റെ ഹൃദയത്തിൽ സമൂഹിച്ച് എല്ലാവരെയും എല്ലാവിധത്തിലും സഹായിക്കണം എന്നൊരു ബോധ്യം അവനുണ്ടാകും. കഷ്ടപ്പെടുന്നവർക്ക്, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അവരുടെ കഴിവനുസരിച്ച് സഹായം ചെയ്യുക, ഔദാര്യപൂർവ്വം പ്രവർത്തിക്കുക എന്നവർക്ക് തോന്നും. ഇപ്പം ഈ സുവിശേഷ വേലയും ഈ കൂട്ടായ്മ, ഇത് ഔദാര്യത്തിൻ്റെ കൂട്ടായ്മയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ നമ്മൾ പ്രേരിതരാകും. മത്തായിയുടെ സുവിശേഷം 6 അധ്യായം 1 മുതൽ 4 വരെ നമുക്കൊന്ന് വായിച്ച് നോക്കാം. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്നാണ്. യേശു കർത്താവ് ഇങ്ങനെ നമ്മളോട് പറയുന്നു: മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവീൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഈ വാക്യം നമ്മൾ നേരത്തെയും ഒന്ന് ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് പരസ്യമാക്കാനല്ല, കാഹളം ഊതി ഞാനിത് പ്രവർത്തിക്കുന്നുവെന്ന് അതിലേ പോകുന്നവർ
കാണാൻ വേണ്ടിയല്ല ചെയ്യുന്നത്, രഹസ്യമായി ചെയ്യുന്നു. നമുക്ക് പിതാവായ ദൈവം രഹസ്യങ്ങളെല്ലാം അറിയുന്നവനാണ്. അവൻ നമുക്ക് പ്രതിഫലം തരും. പ്രതിഫലം, സ്വർഗീയമായ പ്രതിഫലം ലഭിക്കുന്നതിനെക്കുറിച്ച് സങ്കടപ്പെടേണ്ട, സന്തോഷിച്ചാൽ മതി. പക്ഷേ ആ പ്രതിഫലം ലഭിക്കുമെന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട്. പക്ഷേ ഇവിടെ വെച്ച് തന്നെ എല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ചാൽ ചെയ്യുന്നതെങ്കിൽ പ്രതിഫലം ഇവിടെ വെച്ച് തന്നെ ലഭിച്ചു എന്നങ്ങ് വിചാരിച്ചുകൊണ്ടാൽ മതി. അപ്പോൾ അതാണോ നല്ലത്? കർത്താവ് നമുക്ക് തരുന്ന പ്രതിഫലം സ്വീകരിക്കുന്നതാണോ നല്ലത്? കർത്താവ് തരുന്നതാണ് നല്ലതെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് അതിനെ പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ രഹസ്യമായി ചെയ്താൽ മതി. ഇതാണ് കർത്താവ് നമ്മളോട് ഉപദേശിക്കുന്നത്. ആദിമസഭയിലെ സംബന്ധിച്ച് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ വായിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. അവർ വിശ്വാസത്തിൽ വന്നവരെല്ലാം അവരുടെ വസ്തുവകൾ സ്വന്തമെന്ന് കരുതിയില്ല. എല്ലാവർക്കും ആവശ്യത്തിനനുസരിച്ച് വിതരണം ചെയ്തു. എങ്ങനെയെന്ന് വെച്ചാൽ വസ്തുവകളെല്ലാം വിറ്റ് അത് പൊതു സ്വത്തായിട്ട് ആ പണം എടുത്ത് ആവശ്യക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് വിതരണം ചെയ്ത്, അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ദാരിദ്ര്യത്തിൻ്റെ അനുഭവം അക്കാലത്തുണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ ബൈബിളിൽ നിന്ന് വായിക്കുന്നത്. പിന്നെ യേശു ഇങ്ങനെയും പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 4-ാം വാക്യം യേശു പഠിപ്പിക്കുന്നു, ചോദിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ആര് ചോദിച്ചാലും കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് പോകുന്നവർ കൊടുക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ആവശ്യക്കാരെ നമ്മൾ മനസ്സിലാക്കണം. ബുദ്ധിപൂർവ്വമൊക്കെ വേണ്ടേ നമ്മൾ ചെയ്യാൻ. വിവേകം നമുക്കുണ്ടായിരിക്കണം. ആവശ്യക്കാരനായ ഒരാളിനെ അവൻ ചോദിക്കുമ്പോൾ നമ്മൾ പോയി വാ പിന്നെ തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടരുത്. നമ്മൾ സഹായിക്കണം, നമ്മൾ കൊടുക്കണം. പഴയ നിയമത്തിൽ തന്നെ യേശയ്യ പ്രവാചകൻ ഒരു കാര്യം എടുത്തെഴുതിയിരിക്കുന്നു. യേശയ്യ 58:7. എന്താണ് യഥാർത്ഥത്തിലുള്ള ഉപവാസം? ഉപവാസം എന്ന് നമ്മളിപ്പോൾ പറഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ ഭക്ഷിക്കാതിരിക്കുക, ദൈവത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക. അപ്പോൾ ചില ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ ഭക്ഷിക്കാതെ അതങ്ങ് മാറ്റിവെക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഉപവസിക്കുക എന്ന് പറയുമ്പോൾ ഈ ഭക്ഷണത്തെ മാറ്റി വേണ്ട എന്ന് വെക്കുക എന്നാണ് പ്രധാനമായിട്ടും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഉപേക്ഷിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഉപവാസം എല്ലാം കഴിയുമ്പോൾ എടുത്തങ്ങ് തിന്നാമെന്നല്ല എൻ്റെ അർത്ഥം. അത് ആ തുക മറ്റുള്ളവർക്ക് ഉപയോഗിക്കത്തക്കവണ്ണം, പാവപ്പെട്ടവർ ഉപയോഗിക്കത്തക്കവണ്ണം അവർക്ക് കൊടുക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. യേശയ്യ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. യേശയ്യയുടെ പുസ്തകം 58:7. എന്താണ് യഥാർത്ഥ ഉപവാസം? വിശക്കുന്നതിനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്? അപ്പോൾ ഉപവാസം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെങ്കിലും ചെയ്തിരിക്കണമെന്നാണ് യേശയ്യ നമ്മളോട് പറയുന്നത്. ഒന്ന്, വിശക്കുന്നതിനുമായി ആഹാരം പങ്കുവയ്ക്കണം. നിറഞ്ഞിരിക്കുന്നവർ കൊടുക്കാനല്ല, വിശക്കുന്നതിനുമായി ആഹാരം പങ്കുവെക്കണം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും കൂടെ കൊടുക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഇപ്പോൾ നമ്മൾ വിശക്കുന്നവന് വേണ്ടിയെങ്കിലും ഭക്ഷണം പങ്കുവെക്കണം. നമുക്ക് സുഖമായിട്ട് സമൃദ്ധമായ രീതിയിൽ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചുകൊണ്ടിരിക്കാം എന്ന് വിചാരിക്കരുത്. മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് ചുമതല ഉണ്ട്. ആഹാരം പങ്കുവെക്കണം. ഒരു ഉപമയിൽ കൂടെ യേശു ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയിൽ. ധനവാന് സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നു, നല്ല സുഖമായ ജീവിതമാണ്, വീട് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പടിവാതിക്കൽ ഒരു ഭിക്ഷക്കാരൻ എന്ന് പറയത്തക്കവണ്ണം ഒരു ലാസർ എന്ന് പറയുന്ന വ്രണങ്ങൾ നിറഞ്ഞ ഒരു മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. ഈ ധനവാൻ അവൻ വല്ലതും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുന്നു എന്ന് നമ്മൾ കാണുന്നില്ല. പക്ഷേ കൈയൊക്കെ ഇങ്ങനെ ക്ലീനാക്കിയിട്ട് ആ ബ്രെഡ് അപ്പക്കഷണം അങ്ങോട്ട് വലിച്ചെറിയും. പട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ ഇവന് ഈ ലാസർ എടുത്ത് കഴിക്കുകയോ ചെയ്യും. അതെങ്കിലും കിട്ടണമെന്നാണ് ഈ ലാസറിൻ്റെ ആഗ്രഹം. ചിലപ്പോൾ കിട്ടിയെന്ന് ഇരിക്കും. പട്ടി വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പക്ഷേ ഇവനുമായിട്ട് എൻ്റെ ഭക്ഷണം ഒന്ന് പങ്കുവെക്കാം എന്ന് ഈ ധനവാൻ ചിന്തിച്ചിരുന്നില്ല. എടുത്തെറിയുന്നത് വഴക്ക് പറഞ്ഞില്ല,
തിന്നുന്നതിൽ എന്ന് മാത്രമേ ഉള്ളൂ. പങ്കുവെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ 2 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കണം. അവനും കഴിക്കട്ടെ. 2 അപ്പം നമുക്ക് കിട്ടി, ഒരപ്പം അവൻ കഴിക്കട്ടെ. മനസ്സോടെ കൊണ്ട് അങ്ങോട്ട് കൊടുക്കാൻ ഈ ധനവാന് തോന്നിയില്ലല്ലോ. അപ്പോഴാണ് പങ്കുവെക്കലാകുന്നത്. യഥാർത്ഥത്തിൽ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയല്ല, നമ്മുടെ മേശയിൽ നമ്മോടൊപ്പം ഇരുന്ന ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിക്കുകയാണ് വേണ്ടത്. അത്രയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അത്രയുമല്ല, കൊടുക്കുക പോലും ചെയ്യുന്നില്ല. ഇവിടാണ് കർത്താവ് പറയുന്നത് പങ്കുവെക്കണം. യേശയ്യ പണ്ടേ പറഞ്ഞിരിക്കുന്നു, പങ്കുവെക്കുന്നതാണ് ഉപവാസം. അധികമുള്ളത് വലിച്ചെറിഞ്ഞ് കൊടുക്കുന്നതല്ല, പങ്കുവെക്കുന്നതാണ് ഉപവാസം. ഭവനരഹിതരെ വീട്ടിൽ സ്വീകരിക്കണം. ഭവനമില്ലാത്ത എത്രയോ പേരുണ്ട്, അവരെ വീട്ടിൽ സ്വീകരിക്കണം. ചിലപ്പോൾ പ്രായോഗികമായിട്ട് ഇപ്പം നമ്മൾ പറയും നമ്മുടെ വീട്ടിൽ ഇത്രയും സൗകര്യങ്ങളേ ഉള്ളൂ, കുറേ പേരെ കൂടെ സ്വീകരിക്കാൻ നമുക്ക് പ്രയാസമാണെന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും. പക്ഷേ നമുക്ക് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കിടക്കുന്നെങ്കിൽ ഈ 10 എന്നുള്ള ആ ദശാംശത്തിൻ്റെ കണക്ക് പറഞ്ഞെങ്കിലും പാവപ്പെട്ടവർക്ക് വല്ലതും കൊടുക്കാമല്ലോ. 1 ഏക്കർ ഉള്ളവന് 10 സെൻറ്റ്, അതാണല്ലോ 10 ദശാംശം എന്ന് പറയുന്നത്. അതൊരു പാവപ്പെട്ട മനുഷ്യനെ, വീടില്ലാത്തവനെ വീട് വെക്കാൻ കൊടുത്താൽ അത് ഒരു അനുഗ്രഹപരമായ കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ നമ്മൾ മനസ്സ് വരണം. ഇപ്പം വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ വയനാട്ടിലെ ദുരിതത്തിൽ ധാരാളം പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മനസ്ഥിതി മനോഭാവം അവർക്കുണ്ടാകുന്നു. ആ മനോഭാവം നമുക്ക് എപ്പോഴും നിലനിർത്തേണ്ടതാണ്. ഭവനമില്ലാത്തവർക്ക് ഭവനം. ഈ കുടിയേറ്റക്കാരൊക്കെ ഉണ്ട്. ഒരു രാജ്യത്തിൽ നിന്ന് കുടിയേറി മറ്റ് രാജ്യങ്ങളിലേക്ക് കയറുന്നവർ, അവരെവിടെ താമസിക്കും? ആ രാജ്യങ്ങൾ അവരെ മനസ്സിലോട് വീക്ഷിക്കേണ്ടതാണ്. അവർക്ക് താമസ സൗകര്യങ്ങൾ കൊടുക്കാൻ രാജ്യത്തിന്, രാഷ്ട്രങ്ങൾക്ക് ചുമതലയുണ്ടെന്നുള്ളതാണ് എൻ്റെ വാസ്തവം. നഗ്നനെ ഉടുപ്പിക്കണം. വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണ്. നഗ്നനെ ഉടുപ്പിക്കണം. ദൈവം ആദ്യം ചെയ്ത ഒരു പ്രവൃത്തിയിൽ ഈ നഗ്നനെ ഉടുപ്പിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് എന്നാണ് നമ്മൾ ഓർക്കണം. ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ അവർ നഗ്നരായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായി. ആദത്തിനെ വായിക്കും. അവർ അത്തിയിലെടുത്ത് അരക്കച്ച ഉണ്ടാക്കി ധരിച്ചു. പോരാ, ആട്ടിൻ തോല് കൊണ്ട് തന്നെ ഒരു ഉടയാടി ഉണ്ടാക്കി ദൈവം അവർക്ക് കൊടുത്തു. നഗ്നനെ ഉടുപ്പിക്കണം എന്നുള്ളതിൻ്റെ വലിയൊരു സൂചനയോടാണ് ആ ഒരു കൃത്യം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കണം. സ്വന്തക്കാരെന്ന് ഇവിടെ യഹൂദരെ ഉദ്ദേശിച്ച് പറയുമ്പോൾ അവരുടെ മതത്തിൽപ്പെട്ട അവരുടെ സഹോദരങ്ങളെയാണ്. എന്നാൽ നമുക്ക് എല്ലാവരും, അല്ലെങ്കിൽ ക്രിസ്ത്യ വിശ്വാസികളെ പ്രത്യേകിച്ചും, നമ്മുടെ സ്വന്തക്കാർ, നമ്മുടെ റിലേറ്റീവ്സ് എന്നും നമുക്ക് അർത്ഥമെടുക്കാം. അവരുടെ ആവശ്യങ്ങൾ കാണുമ്പോൾ നമ്മളൊന്നും കണ്ടില്ല, നമുക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം സ്വാർത്ഥത എന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്, ഒഴിഞ്ഞു മാറരുത് എന്നാണ് യെശയ്യാ അന്നേ പറഞ്ഞിരിക്കുന്നത്. സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ഇത്രയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഉപവസിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അല്ലാതെ 50 ദിവസം ഞാൻ മീൻ കൂട്ടിയില്ല, ഇറച്ചി കൂട്ടിയില്ല, അത്രയും എൻ്റെ പോക്കറ്റിൽ പണം ലാഭമായി എന്ന് വിചാരിക്കുന്നത് ഉപവാസം ആകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. സമ്പത്തിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഈ സമ്പത്ത് പല ആപത്തിനും കാരണമാകുന്നു. ചില ഉദാഹരണങ്ങൾ ബൈബിൾ പറയുന്നത് നമുക്ക് നോക്കാം. ഒന്ന്, ദൈവത്തെ മറക്കുവാൻ അത് ഇടയാക്കുന്നു. ഐശ്വര്യം വരുമ്പോൾ, സമ്പത്തങ്ങ് വർദ്ധിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മറന്ന് കളയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യും. നിയമാവർത്തനം 8:13-14 വാക്യങ്ങൾ. നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും മറ്റ് സകലത്തിനും സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. 2 അപകടങ്ങൾ, ആപത്തുകളാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഒന്ന്, നമ്മൾ സമ്പൽ സമൃദ്ധമായി, ആടുമാടുകൾ, മറ്റെല്ലാം വസ്തുവകൾ, വീട്, സൗകര്യങ്ങളെല്ലാം അങ്ങ് വർദ്ധിച്ചു. ആദ്യമൊക്കെ പറയും ദൈവം തന്നാന്നൊക്കെ പറയും, പിന്നെ അതും അങ്ങ് മറന്നു പോകും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അഹങ്കരിക്കുന്നു.
അപ്പോൾ അഹങ്കാരം എന്ന വലിയ തെറ്റ്, പാപം നമ്മളിലേക്ക് കയറും. മറ്റുള്ളവരൊക്കെ നിസ്സാരമായിട്ട് കരുതും. എടാ എനിക്ക് ഇതെല്ലാം ഉണ്ട്. ആദ്യമൊക്കെ പറയും ദൈവം തന്ന കൃപയാന്ന് പറയും, പിന്നെ അതും അങ്ങ് മറക്കും. എനിക്കിതെല്ലാം ഉണ്ടെന്ന് അഹങ്കരിക്കും. എങ്ങനെ കിട്ടിയോ എൻ്റെ മിടുക്ക ഞാൻ സമ്പാദിച്ചതാന്ന് പറയും. ആരുടെയും മിടുക്കൊന്നും അല്ല എന്ന് വിചാരിച്ചോണം. അപ്പോൾ ഈ അഹങ്കാരമാകുന്ന വലിയ തെറ്റ് ഹൃദയത്തിൽ കയറും സമ്പത്ത് വർദ്ധിച്ചാൽ. അഹങ്കാരമാണ് മാലാഖമാർക്ക് ഉണ്ടായ ആദ്യത്തെ തെറ്റ്. എനിക്ക് ദൈവത്തെ പോലെയാകാം. യഥാർത്ഥത്തിൽ ആദമിനും ഹവ്വായ്ക്കും ഉണ്ടായ ആ മനോഭാവത്തിലും ഇതായിരുന്നു തെറ്റ്. ദൈവത്തെ പോലെയാകും, അതുകൊണ്ടാണ് ഇത് കഴിക്കരുത് എന്ന് പിശാച് അവരെ ഒന്ന് വ്യാഖ്യാനിച്ചു കൊടുത്തു. ദൈവത്തെ പോലെ ആകുമെങ്കിൽ പിന്നെ അത് കഴിച്ചാൽ എന്താ? അഹങ്കാരത്തിൻ്റെ ഒരു ചിന്തയുടെ അതിൽ വന്നിട്ടുണ്ട്. രണ്ടാമത് പറയുന്നത്, നിന്നെ അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നത് ആ കർത്താവ് ഞാനാണെന്നുള്ള കാര്യം നിങ്ങളങ്ങ് മറന്നു പോകും. മനുഷ്യനൊരു മറവിയും ഉണ്ട്, അത് ഓർത്താണ്. നല്ല കാര്യങ്ങൾ ദൈവം തരുമ്പോൾ സ്വീകരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ദൈവം എന്നെ ഇങ്ങനെ നടത്തിയല്ലോ എന്നുള്ള കാര്യം മറന്നു പോകും. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒന്ന് ഓർത്തേ, ഇന്നത്തെ നമ്മുടെ അവസ്ഥയും സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് പഴയതുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ ആർക്കും മനസ്സിലാകും പഴയതിനേക്കാട്ടിൽ എത്രയോ ഉയർന്ന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ജീവിത നിലവാരമാണ് നമുക്കിപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെ ഇങ്ങനെ വന്നു? ദൈവം തന്നതല്ലേ, ദൈവത്തിൻ്റെ കൃപയല്ലേ. ദൈവത്തെ നമ്മൾ സ്തുതിക്കണ്ടേ, ആരാധിക്കണ്ടേ, സ്തോത്രം ചെയ്യണ്ടേ? പക്ഷെ നമ്മൾ മറന്നു പോകും. പഴയ അവസ്ഥകൾ മറന്നു പോകും. ഇവിടെ ഇസ്രായേൽ ജനത്തോട് പറയുന്ന കാര്യമാണ് നിയമാവർത്തനത്തിൽ. നിങ്ങൾ മറക്കും, സാധ്യതയുണ്ടെന്നല്ല, നിങ്ങൾ മറക്കും. എന്ത്? അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ട് വന്ന ദൈവമായ കർത്താവിനെ നിങ്ങളങ്ങ് വിസ്മരിക്കും. അടിമത്തത്തിൻ്റെ ഭവനത്തിൽ ഈജിപ്തിൽ അവരെ 1400 വർഷം അടിമകളായിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചു. മോശ വഴി ദൈവം അവരെ ഇറക്കിക്കൊണ്ടുവന്നു. സീനായി പർവ്വതത്തിൻ്റെ അവിടെ വന്നപ്പോൾ അവർ ആ കാര്യം മറന്നുപോയെന്നാണ് തോന്നുന്നത്. പെട്ടെന്നൊരു വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നു, നൃത്തം ചെയ്യുന്നു, പാട്ട് പാടുന്നു. ഈ കാളക്കുട്ടിയാണ് ഞങ്ങളെ ഇവിടെ വരെ കൊണ്ടുവന്നത് എന്നവർ പറയാൻ തുടങ്ങി. ശക്തനായ ദൈവത്തെ അവർ മറന്നു പോവുകയാണ്. ചെങ്കടൽ പിളർന്ന് അക്കരെ കൊണ്ടുപോവുക എന്നുള്ളത് ചെറിയൊരു കാര്യമാണ്. നമ്മുടെ ശാസ്ത്രം വികസിച്ചിട്ട് പോലും ഒരു കടലിനെ കൃത്രിമമായിട്ടെങ്കിലും വിഭജിച്ച് നടുക്കൂടെ ഒരു ഉണങ്ങിയ റോഡുണ്ടാക്കാൻ മനുഷ്യന് സാധിക്കുന്നു. ദൈവം അത്ഭുതകരമായൊരു കാറ്റിനെ അയച്ച് കടലിനെ വിഭജിച്ച് ഉണങ്ങിയ റോഡിൽ കൂടെ ഇസ്രായേൽ ജനത്തെ അക്കരെ കടത്തിയത് അത്ഭുതങ്ങളിൽ അത്ഭുതമല്ലേ? അവരത് മറക്കുകയാണ്. ആകാശത്തിൽ നിന്ന് മന്നയും കാടപ്പക്ഷിയും ഡെയിലി കൊടുത്ത് അവരുടെ ഭക്ഷണം ഇങ്ങനെ അവരെ സംതൃപ്തരാക്കി മുന്നോട്ട് കൊണ്ടുപോയത് ചെറിയ കാര്യമാണ്. പക്ഷേ മറന്നു പോകുന്നു. പാറയിലടിച്ച് വെള്ളം പുറപ്പെടുവിച്ച് അവരുടെ കൂടെ നടന്ന ആ നദി, അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. അത്ഭുതങ്ങളിൽ അത്ഭുതമെന്ന് നമുക്ക് പറയാവുന്ന വലിയ സംഭവങ്ങളാണ്. ഇത്രയും ചെയ്തിട്ടും അവരുടെ കർത്താവിനെ വിസ്മരിക്കുന്നു. നമുക്കിത് പറ്റും. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എൻ്റെ മിടുക്കല്ല, എൻ്റെ സാമർഥ്യമല്ല, എൻ്റെ ബുദ്ധിശക്തിയല്ല, പക്ഷേ ദൈവം ഈ സാഹചര്യങ്ങളെ ഇങ്ങനെ ആക്കി എന്നെ ഇവിടെ വരെ ഉയർത്തി, ഇനിയും നടത്തും എന്നുള്ള ബോധ്യത്തോടു കൂടി കർത്താവിനെ നമ്മൾ സ്തോത്രം ചെയ്യേണ്ടതായിട്ടുണ്ട്. മറക്കാൻ പാടില്ല. മറക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്, വിസ്മരിക്കരുത് കർത്താവിനെ എന്ന്. അതാണ് സമ്പത്തിൻ്റെ ഒരു ആപത്ത്. മറ്റൊരു ആപത്ത്, സമ്പത്തിൽ മനസ്സ് പതിക്കാൻ ഇടയുണ്ട്. കർത്താവായ യേശു നമ്മളോട് പറഞ്ഞില്ലേ, നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടാണ് നിൻ്റെ ഹൃദയം. ഹൃദയത്തെ പരിശോധിച്ച് നോക്കിയാൽ മതി. ഹൃദയം എവിടാണ്, നമ്മുടെ ഹൃദയം എവിടാണെന്ന് നോക്കിയാൽ നമ്മുടെ നിക്ഷേപം എവിടാണെന്ന് മനസ്സിലാകും. നമ്മൾ എവിടെ നിക്ഷേപം വെച്ചിരിക്കുന്നോ നമ്മുടെ ഹൃദയം അവിടോട്ടങ്ങായിപ്പോകും. സ്വർഗത്തിലായിരിക്കണം നമ്മുടെ ഹൃദയമെങ്കിൽ നമ്മുടെ നിക്ഷേപമെല്ലാം സ്വർഗത്തിലായിരിക്കണം. നമ്മൾ സ്വർഗത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്ത വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് ധ്യാനിച്ച്
സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കേണ്ട നമ്മൾ ഈ പണത്തിൻ്റെ മേൽ നമ്മുടെ ഹൃദയമാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു പോയാൽ ആകെ കുഴപ്പമായി. ദൈവത്തിൽ നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കണം. അവനെക്കുറിച്ചുള്ള ചിന്തകൾ, അവൻ്റെ ആരാധിക്കുന്ന കാര്യത്തെക്കുറിച്ച്, അവൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങളുടെ ഹൃദയം സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്ന ആ ഇടങ്ങളിൽ ആയിരിക്കണമെന്ന് പൗലോസ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സ് സമ്പത്തിൽ അങ്ങ് പതിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. സങ്കീർത്തനം ദാവീദ് നമ്മളോട് പറയുന്നു 62:10, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. സമ്പത്തങ്ങ് വർദ്ധിച്ചു പോയെന്നിരിക്കട്ടെ, നമ്മുടെ മനസ്സ് അതിലങ്ങ് പതിഞ്ഞു പോകരുത്, അത് ഓർത്തോണം. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. മത്തായിയുടെ സുവിശേഷം 19:23 യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാക്യമാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമോ? യേശു പറഞ്ഞു, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ദൈവത്തെയും മാമോനെയും കൊണ്ട് സേവിക്കാൻ സാധ്യമല്ല. ഒരു ധനവാനായ ഒരു മനുഷ്യൻ വന്ന് യേശുവിനോട് ചോദിക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ പോകുന്നതിന് എന്താ കുഴപ്പം വല്ലതും ഉണ്ടോ? യേശു ചോദിച്ചു, കൽപ്പനകളൊക്കെ അനുസരിക്കുന്നുണ്ടല്ലോ. എല്ലാം ഞാൻ ചെറുപ്പം മുതലേ. ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വരിക. എൻ്റെ പിന്നാലെ വരിക എന്നുള്ള കാര്യത്തിന് അടിവരയിട്ട് നമ്മൾ ശ്രദ്ധിച്ചോണം. വിൽക്കാൻ മാത്രമല്ല പറഞ്ഞത്, വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വരിക. വഴി ക്രിസ്തു മാത്രമാണ്. അപ്പോൾ ആ വഴിയെ വന്നേലേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. പക്ഷെ പറ്റിയത് എന്താണ്? ഇളങ്ങ് പോയി, അയാൾ തിരിച്ചു വന്നില്ല, സങ്കടത്തോടു കൂടി പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനെക്കാട്ട് എളുപ്പം ഈ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുക സാധ്യമേ അല്ല. ഇനി അതിനെ വ്യാഖ്യാനിച്ച് വേറെ വ്യാഖ്യാനങ്ങളൊക്കെ കൊണ്ടുവരുന്നവരുണ്ട്. അങ്ങനെയൊന്നുമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഈ ഒട്ടകമെന്ന് പറഞ്ഞാൽ ഒട്ടകവും, സൂചിക്കുഴ എന്ന് പറഞ്ഞാൽ നമ്മളെ തയ്ക്കാനെടുക്കുന്ന സൂചിയുടെ കുഴയുമാണ്. അതിലേക്കൂടെ ഒന്നും ഈ ഒട്ടകം കടന്നു പോകത്തില്ലെന്നുള്ളത്, കഷ്ടിച്ചങ്ങ് രക്ഷപ്പെടുമെന്നൊക്കെ ചിലർ പറയും. അങ്ങനെയല്ല ആ വാക്ക് പറയുന്നത്, അത് സാധ്യമല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ധനവാന്മാരോടുള്ള വലിയൊരു വാണിങ്ങാണത്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക പ്രയാസം, ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ കടക്കുന്നതിനെക്കാട്ടിൽ പ്രയാസമാണെന്ന്. പിന്നീട് 4-ാമത്തെ ഒരു ആപത്ത്, വചനത്തെ ഞെരുക്കുകയും ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു. ഈ വിത്ത് വിതയ്ക്കുന്ന ഒരു ഉപമ യേശു പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ കിളിച്ച് വരുമ്പോൾ മുള്ളുകളുടെ ഇടയിൽ വീണത് മുള്ളുകൾ ഞെരുക്കി കളയും. അങ്ങ് ഞെരുക്കി പിന്നെ ഫലമൊന്നും ഉണ്ടാകത്തില്ല. ഫലമുണ്ടാകണമല്ലോ, അല്ലെങ്കിൽ വിതച്ചിട്ട് കാര്യം എന്താണ്? അപ്പോൾ ലൗകിക വ്യഗ്രതയും, മർക്കോസിൻ്റെ സുവിശേഷം 4:19 പറയുകയാണ്, ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റ് വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. വിത്തിട്ടു, കിളിച്ചു വരുന്നു, ചെടിയായി, ഇനി അത് ഫലം പുറപ്പെടുവിക്കണം. പക്ഷേ ഈ ചെടിയെ ഇതങ്ങ് ഞെരുക്കിക്കളയുക മുള്ളുകൾ. ആ മുള്ളുകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ലൗകിക വ്യഗ്രത. മാർത്ത മറിയത്തിൻ്റെ അനുഭവം നമുക്കറിയാം. മാർത്ത ദൈവവചനം കേട്ടോണ്ടിരുന്നു, മറിയം ദൈവവചനം കേട്ടോണ്ടിരുന്നു. മാർത്ത അടുക്കളയിൽ വ്യഗ്രചിത്തയായിരുന്നു. പരാതി പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, മറിയത്തിൻ്റെ ആ വചനം കേൾക്കുക എന്നുള്ളത് അവളിൽ നിന്ന് എടുത്തു മാറ്റാനൊക്കത്തില്ല. നീ അനേക കാര്യങ്ങളിൽ വ്യഗ്രചിത്തിയ, എൻ്റെ ആവശ്യമില്ല, ഒന്നേ ആവശ്യമുള്ളൂ, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഇതാ കർത്താവ് പറഞ്ഞത്. അപ്പോൾ മനസ്സ് ലൗകിക വ്യഗ്രത കൊണ്ട് നിറഞ്ഞാൽ വചനത്തിന് സ്ഥലം കിട്ടുകയില്ല എന്ന് വരും. മാർത്തയ്ക്ക് ഈ വചനം കേൾക്കാനും അത് മനസ്സിലാക്കാനും ഒത്തില്ലല്ലോ അന്നേരം. ധനത്തിൻ്റെ ആകർഷണം. ഈ ധനത്തിൻ്റെ ആകർഷണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മുമ്പേ നമ്മൾ പറഞ്ഞത് ധനവാന്മാരെ കുറിച്ചാണ്. ഈ ധനവാന്മാരല്ലാത്തവർക്കും ഈ ആകർഷണം ഉണ്ടാകും. ദരിദ്രരുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തപ്പെടുന്ന ഒരാളിന് പോലും ധനത്തോടങ്ങ് ആഗ്രഹം വന്നുകൊണ്ടിരിക്കും.
ധനവാന്മാരിലും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, കൂടുതൽ കിട്ടണം. 10 കോടിയുള്ളവൻ വിചാരിക്കും ഇനി ഒരു മാസം കൊണ്ട് 2 കോടിയോടെ ഉണ്ടാക്കണം. ആ ധനം അവനെ അങ്ങ് ആകർഷിക്കുക, അല്ലെങ്കിൽ ഇവൻ ധനത്താൽ ആകർഷിക്കപ്പെടുകയാണ്. ദരിദ്രരുടെ ഇടയിലും ധനവാന്മാരുടെ ഇടയിലും അങ്ങനെ ഉള്ളവരുണ്ട്. ആകർഷിക്കപ്പെടുന്നു, ധനത്താൽ ആകർഷിക്കപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഫലം പുറപ്പെടുവിക്കാനൊക്കത്തില്ല. വചനമാകുന്ന വിത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ അവർക്ക് സാധ്യമല്ലാതെ വരും. പിന്നെ ചിലർക്ക് ധനം പണമായിട്ടല്ലായിരിക്കും, മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള വലിയ ആഗ്രഹം, അതും കുഴപ്പം തന്നെ. അത് ഫലം പുറപ്പെടുവിക്കാതെ പോകും. 5 പറഞ്ഞിരിക്കുന്നത് നിരവധി വ്യാമോഹങ്ങളിൽ പതിക്കും. പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1 തിമോത്തിയോസ് 6:9, ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിപതിക്കുന്നു. അങ്ങനെയുള്ള കുഴപ്പങ്ങൾ വരും, പ്രലോഭനങ്ങളുണ്ടാകും, പല കെണിയിൽ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട്, അധപ്പതിക്കും, നാശത്തിലേക്ക് ചെന്ന് ചേരും. 6 സുഭാഷിതങ്ങൾ 11:4 നമ്മളോട് പറയുന്നു, ക്രോധത്തിൻ്റെ ദിനത്തിൽ സമ്പത്ത് പ്രയോജനപ്പെടുകയില്ല. ദൈവം നമ്മളോട് കോപിച്ചിരിക്കുകയാണെങ്കിൽ ആ ക്രോധത്തിൻ്റെ ദിനത്തിൽ നമ്മൾ എന്ത് സമ്പാദിച്ചു വെച്ചാലും അത് പ്രയോജനപ്പെടുകയില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പണം ഉണ്ടായിട്ടെന്ത് കാര്യം? പ്രയോജനപ്പെടണ്ടേ? അത് ബാങ്കിലോ വേറെ എവിടെയെങ്കിലും കിടക്കുമായിരിക്കും, അല്ലെ വല്ലവരുടെയും കയ്യിലായിരിക്കും, അല്ലെ നമ്മൾ ഫിക്സഡായിട്ട് വസ്തുവിനോ വല്ലോ അത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുമായിരിക്കും, പ്രയോജനപ്പെടത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയുടെ വരും എന്നോർക്കണം. ധനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. നമ്മൾ നന്മ ചെയ്യണം എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നന്മ ചെയ്യുന്നത് സുവിശേഷം അറിയിക്കുന്നതിൻ്റെ ഒരു പാർട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹെബ്രായ ലേഖനം 13:16 നന്മ ചെയ്യുന്നതും നമുക്കുള്ളവ പങ്കുവയ്ക്കുന്നതും ദൈവത്തിന് സ്വീകാര്യമായ ബലിയാണെന്ന് ഈ ലേഖനം പറയുന്നു. ഹെബ്രായ ലേഖനം 13:16 നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്, അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. അപ്പോൾ നന്മ ചെയ്യുക, നമുക്കുള്ളവ പങ്കുവയ്ക്കുക, ഇത് ദൈവത്തിന് സ്വീകാര്യമായ ബലിയാണെന്ന്. ബലി, പാപപരിഹാര ബലി യേശുവിൻ്റെ കാൽവരിയിലെ ബലിയോടുകൂടെ ആവർത്തിക്കപ്പെടേണ്ടതില്ല. കർത്താവ് എന്നേക്കുമായി തൻ്റെ ഏക യാഗത്താൽ എല്ലാവർക്കുമുള്ള പാപപരിഹാരം വിശ്വസിക്കുന്നവർക്കെല്ലാം ലഭിക്കും, ഉണ്ടാക്കി വച്ചിരിക്കുക. അപ്പോൾ ആ ബലി ഇനി ആവർത്തിക്കപ്പെടേണ്ടതില്ല എന്ന് ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നമുക്ക് പല കാര്യങ്ങൾ സമർപ്പിക്കാം. ആ സമർപ്പണത്തിലെ ഒരു കാര്യം പറയുന്നത് നന്മ ചെയ്യണമെന്നും നമുക്കുള്ളവ പങ്കുവെക്കണമെന്നും. അത് ബലിയായിട്ട് കണക്കാക്കും ദൈവം. ദൈവത്തിന് സ്വീകാര്യമായ ബലിയാണ്. അപ്പോൾ ബലി ദൈവത്തിന് അർപ്പിക്കാവൂ. ബലികൾ ദൈവത്തിന് അർപ്പിക്കുന്ന ഇതാണ്: നമുക്കുള്ളവ പങ്കുവെക്കുക, നന്മ പ്രവൃത്തികൾ ചെയ്യുക. അതാണ് ബലി. ദൈവത്തിനെ നമ്മൾ നമ്മുടെ അധരങ്ങൾ കൊണ്ട് സ്തോത്രം ചെയ്യുന്നത്, ആരാധിക്കുന്നത് ദൈവത്തിന് അർപ്പിക്കുന്ന ബലിയാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഞാൻ 14 വാക്യത്തിലേക്ക് കയറുകയാണ്. 14 നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. 15 വാക്യം നിങ്ങളിൽ 14 വാക്യം നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. 15 വാക്യം അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി. ആ അധ്യായം അവസാനിക്കുകയാണ്, 15 വരെ ഉള്ളൂ. അപ്പം ദൈവത്തിന് ഒരു സ്തുതി പറഞ്ഞുകൊണ്ട് ആ അധ്യായം അവസാനിപ്പിക്കുന്നു. അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി. ദൈവം തന്ന ദാനങ്ങളെല്ലാം പെട്ടെന്ന് പൗലോസ് ഓർത്ത് അതിനെല്ലാത്തിനും ദൈവത്തിനൊരു സ്തുതി പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം അവസാനിപ്പിക്കുന്നത്. നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം, ദൈവത്തിന് സ്തുതി. നമ്മളിങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയുമ്പോൾ ദൈവത്തിന് സ്തുതി എന്നൊക്കെ പറയാറുണ്ട്.
അത് ഹൃദയത്തിൽ നിന്ന് വരണം. ദൈവത്തിന് സ്തുതി അർപ്പിക്കണം. എന്തെല്ലാം ദാനങ്ങളാണ് കർത്താവ് ഓരോ നിമിഷവും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അവൻ നമ്മളെ കൈക്ക് പിടിച്ച് നടത്തിയില്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ വരെ ആകുമായിരുന്നോ? ദൈവത്തിന് സ്തുതി നമ്മൾ പറയണം. കാരണം അവനാണ് എല്ലാം നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം അവൻ്റെ കൃപയാൽ ലഭിച്ചതാണ് എന്ന് നമ്മൾ പറഞ്ഞ് അവന് സ്തോത്രം ചെയ്യണം. തുടർന്ന് നമ്മൾ 10-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1-ാം വാക്യം, അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെടിയുമെന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയെയും ശാന്തതയുടെയും പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈ അധ്യായത്തിലെ പൗലോസ് ചില ന്യായവാദങ്ങൾ നടത്തുകയാണ്. കാരണം പൗലോസിനെക്കുറിച്ച് പല ആരോപണങ്ങൾ കൊറിന്ത്യർ സഭയിലുണ്ടായി. യഥാർത്ഥത്തിൽ പൗലോസ് വളരെയധികം സമയം ചെലവഴിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഒരു സഭയാണ് കൊറിന്ത്യൻ സഭ. വലിയ ആത്മീയ ദാനങ്ങളൊക്കെ ഈ കൊറിന്ത്യൻ സഭയ്ക്ക് ഉണ്ട്. എന്നിരുന്നാലും ഗ്രൂപ്പുകളുണ്ടല്ലോ, പല ഗ്രൂപ്പുകളാണല്ലോ. പൗലോസിനെതിരായി ആരോപണങ്ങൾ പകരുന്ന ഒത്തിരി ആൾക്കാരെ ഗ്രൂപ്പ് ഒക്കെ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ആരോപണങ്ങൾക്കൊരു മറുപടിയായിട്ടാണ് പൗലോസ് ഈ അധ്യായം എഴുതുന്നത്. ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടതൊരു ആവശ്യമാണ്. കാര്യം പൗലോസിനെക്കുറിച്ച് തെറ്റായ ധാരണകളുണ്ടെങ്കിൽ സുവിശേഷ വേലയെ സംബന്ധിച്ച് പല തടസ്സങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് തെറ്റിദ്ധാരണകൾ മാറ്റേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചെങ്കിലും പൗലോസ് ഒരു വ്യാഖ്യാനം, എന്താണ് ആ കാര്യമെന്നൊക്കെ ഒന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അതിനാണ് ഈ അധ്യായം ഉപയോഗിച്ചിരിക്കുന്നത്. പൗലോസിൻ്റെ മേലുള്ള പ്രധാനപ്പെട്ട ആരോപണം, പൗലോസ് ഈ കത്തുകളൊക്കെ എഴുതുമ്പോൾ വളരെ സൗമ്യമായിട്ട് എഴുതും. പക്ഷെങ്കിൽ നേരിട്ട് കാണുമ്പോൾ വലിയ തൻ്റെടിയായിട്ട് പ്രവർത്തിക്കും. അല്ലെങ്കിൽ തൻ്റെടോ ഉണ്ട്, സൗമ്യതയും കാണിക്കും. വാചകങ്ങളിലൊക്കെ സൗമ്യത കാണിക്കുമെങ്കിലും പ്രവർത്തനത്തിൽ ഒരു തൻ്റെടം കാണിക്കും എന്നൊക്കെയാണ് അവരുടെ ആരോപണം. അപ്പം അതിൻ്റെയൊക്കെ ഒരു മറുപടിയാണ് പൗലോസ് പറയുന്നത്. അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെടിയും, അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ അടുത്ത് വരുമ്പോൾ വളരെ വിനീതനായിട്ട് കാണിക്കും. എന്നാൽ കത്തുകളിൽ കൂടിയും അകന്നിരിക്കുമ്പോഴൊക്കെ വലിയ തൻ്റെ ഇടത്തോടു കൂടി പറയും. ഇതാണ് അവരുടെ ഒരു ആരോപണം. പൗലോസായ ഞാൻ, ഇവിടെ ഈ വാചകത്തിൽ ഒരു പ്രത്യേകത നമുക്ക് കാണാം. പൗലോസ് ലേഖനങ്ങൾ തുടങ്ങുമ്പോൾ ആരാണ് എഴുതുന്നത് എന്നാണ് ലേഖനങ്ങൾ തുടങ്ങുന്ന എല്ലാ ലേഖനങ്ങളിലും അതാണ് എൻ്റെ രീതി. കത്തുകൾ എഴുതുന്നതിൻ്റെ രീതിയാണ്. ഞാൻ എഴുതുന്നു ക്രിസ്തുവിൻ്റെ ദാസനായ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ, അങ്ങനെയാണ് ലേഖനങ്ങളുടെയൊക്കെ തുടക്കം. ഇത് ഇടയ്ക്കുള്ളൊരു അധ്യായമാണ്. അധ്യായം എന്ന് തന്നെയുമല്ല, ഇവിടെ പൗലോസായ ഞാൻ എന്ന് എടുത്തു പറയാൻ കാരണം ദൈവത്തിൻ്റെ ദാസനെന്ന് ഒന്നും പറയാതെ തന്നെ പൗലോസിൽ വ്യക്തിപരമായി വന്ന ചില ആരോപണങ്ങൾക്ക് മറുപടി ഞാൻ പൗലോസ് എന്ന ഈ വ്യക്തി ഒരു മറുപടി തരികയാണ് എന്ന് ഉള്ളൊരു സൂചനയാണ് ആ പ്രയോഗത്തിലുള്ളത്. പൗലോസായ ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനെ ഒരു മാതൃകയാക്കി എടുത്തുകൊണ്ടാണ് പൗലോസ് സംസാരിക്കാൻ തുടങ്ങുന്നത്. ക്രിസ്തുവിൻ്റെ സൗമ്യതയെയും ശാന്തതയെയും പ്രതി ഞാൻ നിങ്ങളോട് എഴുതുകയാണ്, അഭ്യർത്ഥിക്കുകയാണ് ഈ കാര്യം. അപ്പോൾ ക്രിസ്തുവിനെ ഒരു മാതൃകയായിട്ട് കാണിക്കുന്നത് ക്രിസ്തുവിൻ്റെ സൗമ്യതയും ക്രിസ്തുവിൻ്റെ ശാന്തതയുമാണ്. അതെന്താണെന്ന്, എത്രമാത്രമാണ് ആ സൗമ്യത, ശാന്തത എന്നൊക്കെ ഉള്ളത് നമ്മൾ അറിയണം. കാരണം പൗലോസ് ക്രിസ്തുവിനെ ആ കാര്യത്തിൽ മാതൃകയാക്കി. ആ കാര്യത്തിൽ മാത്രമല്ല, പൗലോസ് യേശു ക്രിസ്തുവിനെ എല്ലാ കാര്യത്തിലും മാതൃകയാക്കി എടുത്തിരിക്കുകയാണ്, അനുകരിക്കുകയാണ്. നമുക്കും അങ്ങനെ അനുകരിക്കണം. അപ്പോൾ ഈ സൗമ്യത, ശാന്തത എന്ന് പറയുന്നത് ക്രിസ്തുവിൽ കണ്ടത് എന്താണെന്നൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം.
സൗമ്യത, മീക്ക്നെസ്, ശാന്തത, ജെൻറ്റിൽനെസ്. സൗമ്യത എന്ന വാക്കിന് പ്രൗട്ടസ് എന്ന ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് പഠിക്കാം. പ്രൗട്ടസ്, അതിൻ്റെ അർത്ഥം, അതിനൊരു നിർവചനം അരിസ്റ്റോട്ടിൽ കൊടുത്തിട്ടുണ്ട് പ്രൗട്ടസ് എന്നുള്ള വാക്കിന്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അധികം ദേഷ്യപ്പെടുന്നതിനും അശേഷം ദേഷ്യപ്പെടാതെ ഇരിക്കുന്നതിനും ഇടയിലുള്ള ഒരു സ്വഭാവമാണ്. ദേഷ്യപ്പെടുന്നതിനും ഒട്ടും തന്നെ ദേഷ്യപ്പെടാതിരിക്കുന്നതിനും ഇടയ്ക്കുള്ള ഒരു സ്വഭാവവിശേഷം. എന്താണത്? സൗമ്യനായ വ്യക്തി ഒരിക്കലും തനിക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങളെ കണ്ട് അതിന് കോപിക്കത്തൊന്നുമില്ല. പിന്നെയോ അത് സശ്രദ്ധം കേട്ട് തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ തിരുത്താൻ ഒരു മനോഭാവം കാണിക്കും. അതാണ് അവിടെ ചെയ്യുന്നത്. എന്നാൽ മറ്റുള്ളവരിൽ തെറ്റ് കണ്ടാൽ ആ തെറ്റിനെതിരെ കോപിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ തെറ്റിനെതിരെ കോപിക്കുന്നത്? അവരെ ശരിയാക്കി നേരെയാക്കി എടുക്കാൻ. ഇങ്ങനൊരു മനോഭാവത്തിനെയാണ് സൗമ്യത എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ തെറ്റുകളെ വർണ്ണിക്കാനല്ല, അവരുടെ തെറ്റുകളെക്കുറിച്ച് അവർക്ക് ബോധ്യം വരുത്തി കോപിക്കും അവരോട്. നമ്മുടെ തെറ്റുകളെക്കുറിച്ച് തെറ്റുണ്ടെന്നവർ മറ്റുള്ളവർ പറഞ്ഞാൽ അത് നമ്മൾ സശ്രദ്ധം കേട്ട് അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാറ്റിയെടുക്കാനുള്ള ഒരു പരിശ്രമം നമുക്ക് നടക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ശീലത്തെയാണ് സൗമ്യത എന്ന് അരിസ്റ്റോട്ടിൽ നിർവചിച്ചിരിക്കുന്നത്. ക്രിസ്തു അങ്ങനെ ആയിരുന്നെന്ന്. ശാന്തത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സാഹചര്യത്തിലും പ്രലോഭനങ്ങൾക്ക് വശംവദരാകാതെ ഇരിക്കാൻ ഒരു ആത്മനിയന്ത്രണം പാലിക്കുന്നതിനെയാണ് ശാന്തത എന്ന് പറയുന്നത്. സാഹചര്യം മാറി മാറിയൊക്കെ വരും, പക്ഷെ അതനുസരിച്ച് നമ്മൾ തെറ്റിപ്പോകരുത്, നമ്മൾ പ്രലോഭനത്തിൽ വീണു പോകരുത്. അതിനുള്ളൊരു ആത്മധൈര്യം നമുക്കുണ്ടാകണം. അതാണ് ഈ ശാന്തത എന്ന് പറയുന്നത്. പൗലോസ് ക്രിസ്തുവിൻ്റെ സൗമ്യതയെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ആ മനോഭാവത്തെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. ഒരു 6 കൂട്ടം കാര്യങ്ങൾ എടുത്തു പറയുന്നു. 1, ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. മനുഷ്യാവതാരം ചെയ്തതിൻ്റെ കാര്യമാണ്. ഞാൻ ദൈവമാണെന്നുള്ള ആ മഹത്വത്തിൽ അവിടെ അങ്ങ് ഇരുന്നോളാം, ഇനി എനിക്ക് താഴോട്ട് വരാൻ വയ്യ, കഷ്ടതകൾ സഹിക്കാൻ വയ്യ എന്നുള്ളതല്ല, അത് നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. താണ ലെവലിലേക്ക് ഇറങ്ങി വന്നു എന്ന് ചുരുക്കം. തന്നെ ശൂന്യനാക്കി എന്ന് പറഞ്ഞാൽ ഈ സീറോ, ഒന്നുമില്ലാത്തവനാക്കി. ഏതിൻ്റെ കാര്യത്തിൽ? ദൈവമായിരിക്കെ ഇവിടെ ഒരു മനുഷ്യരൂപത്തിൽ കാണപ്പെട്ടപ്പോൾ ഞാൻ ദൈവമാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലയോ എന്നൊക്കെ പറഞ്ഞ് ഒരു ബഹളമുണ്ടാക്കി, വഴക്കുണ്ടാക്കി, ശ്രേഷ്ഠത കാണിക്കാനൊന്നും കർത്താവായ യേശു സമയം കളഞ്ഞില്ല. അവൻ്റെ ദൈവത്വത്തെ സംബന്ധിച്ച ഒരു ശൂന്യമാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ചു. ദാസൻ എന്നൊക്കെ പറഞ്ഞാൽ അടിമയെന്നൊക്കെയുള്ള അർത്ഥമാണ്. യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ദാസൻ്റെ രൂപം സ്വീകരിച്ചു, മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മനുഷ്യൻ്റെ സാദൃശ്യത്തിലായി. ദൈവമായിരിക്കെ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു മനുഷ്യരൂപത്തിലാണ്, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. പൗലോസ് പറയുന്നത് വേഷം ധരിച്ചെന്ന, മനുഷ്യൻ്റെ വേഷം ധരിച്ചു, കാണുമ്പോൾ ഒരു മനുഷ്യൻ, ദൈവമൊക്കെ ധരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഈ ദേവാലയം തകർക്കുകയും 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കാം. ദൈവം വസിക്കുന്ന ആലയം, അതാണല്ലോ ദേവാലയം. അപ്പോൾ ആകൃതിയിലാണ്, വേഷത്തിലാണ് മനുഷ്യനെ പോലെ തിളങ്ങിയത്. കാണുന്നവരൊക്കെ മനുഷ്യനെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഈ വിരോധമുള്ള പ്രതികൂല ഭാവം നടിച്ച യഹൂദർ, ഫരീശരും നിയമജ്ഞരും ഒക്കെ സദുക്കാരും ഒക്കെ യേശുവിനെ കാണുമ്പോൾ ഇവന് നസ്രത്തിലെ ആ മരപ്പണിക്കാരൻ്റെ മോനല്ലേ, ജോസഫിൻ്റെ മോനല്ലേ, മറിയത്തിൻ്റെ മോനല്ലേ, യൂദ യാക്കോബ് അതിൻ്റെ സഹോദരങ്ങളൊക്കെ അല്ലേ,
ഇവന് ഈ ജ്ഞാനമൊക്കെ ഇവിടുന്ന് കിട്ടി, ഇവൻ പഠിച്ച, ഇവൻ നസ്രയത്തിലുള്ളതല്ലേ. ഇങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ചിന്ത. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അവൻ പിതാവാരെയും പറഞ്ഞയച്ചിരിക്കുന്നത് ബലി അർപ്പിക്കാനാണ്. അവൻ ബലിയർപ്പിച്ചു, കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി. അനുസരണം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നീ എനിക്ക് വേണ്ടി പോയി മരിക്കുക, എനിക്ക് വേണ്ടിയെന്നല്ല, പാപികൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, നീ പോയി മരിക്കുക. അനുസരിച്ചു. ഇസ്ഹാക്കിനെ ബലിയർപ്പിച്ചപ്പോഴേ അബ്രഹാം ദൈവത്തെ അനുസരിച്ചു, ഇസ്ഹാക്ക് മൗനം പാലിച്ചു. ഒരു എതിർപ്പും കാണിക്കാതെ ആ വിറകിൻ്റെ പുറത്തോട്ട് കിടന്നു, ബന്ധിക്കപ്പെട്ടു. എന്നെ കൊല്ലല്ലേ എന്നൊന്നും പറഞ്ഞില്ല. ദൈവത്തിൻ്റെയും അബ്രഹാത്തിൻ്റെയും ഹിതത്തിന് കീഴ്വഴങ്ങി കൊടുത്തു. ആറാമത് ക്രിസ്തുവിൽ കാണുന്നത് തന്നെ താഴ്ത്തി. ഇത്രമാത്രം താഴ്മ. കുരിശുമരണത്തോളം പൗലോസ് പറയുന്നത് പാതാളം വരെ അവൻ താണിറങ്ങി. അത്ര താഴ്ച. സ്വർഗത്തിൻ്റെ ഉന്നതിയിൽ നിന്ന് പാതാളം വരെ താണിറങ്ങി ഈ കഷ്ടതകൾ കൂടെ കടന്നുപോയി എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതാണ് കർത്താവിൻ്റെ സൗമ്യതയും ശാന്തതയും, ക്രിസ്തുവിൻ്റെ മനോഭാവം അതാണെന്ന് നാം മനസ്സിലാക്കണം. യേശു ക്രിസ്തു തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 11:29 ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും ആകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവീൻ. യേശുവിനെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പറയാൻ നമുക്ക് കഴിയുമോ? യേശു പറയാണ്, ഞാൻ ശാന്തശീലൻ, വിനീത ഹൃദയൻ. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുകയും എൻ്റെ മുഖം വഹിക്കുകയും ചെയ്യുവീൻ. എബ്രായ ലേഖനത്തിൽ 12:2 പൗലോസ് പറയുന്നു, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. നമ്മൾ ഓടുകയാണ്, അത് നമ്മൾ ശ്രദ്ധിച്ചോണം. ക്രിസ്തീയ ജീവിതം പെതുക്കെ നീങ്ങുകയല്ല, നിരങ്ങിപ്പോവുകയല്ല, നടന്നു പോവുകയുമല്ല, ഓടുകയാണെന്ന് ഓർക്കണം. വെരി വെരി ആക്റ്റീവായിരിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതം. ചത്തേ ചതഞ്ഞ് എന്നതുപോലെ ആകരുത്. അർദ്ധപ്രാണനായി ഇരിക്കേണ്ട കാര്യമില്ല. വളരെയധികം ആക്റ്റീവായിട്ട് നമ്മൾ ഓടണം. പക്ഷെ ലക്ഷ്യം വേണം. എവിടാണ് എത്തിച്ചേരേണ്ടതെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി അങ്ങനെ കണ്ടുവേണം ഓടാൻ. യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് വേണം ഓടാൻ. ലക്ഷ്യം അതാണ്. അല്ലെങ്കിൽ ലക്ഷ്യം തെറ്റിപ്പോയാൽ ഓടിയത് കൊണ്ട് എത്ര സ്പീഡിൽ പോയാലും കാര്യമൊന്നുമില്ല, ജയിക്കത്തില്ല, സമ്മാനം കിട്ടത്തില്ല. ക്രിസ്തുവിനെ നോക്കി വേണം ഓടാൻ. മറ്റു ചില ആൾക്കാരെ നോക്കി ഓടുന്നവരുണ്ട്, ഒരു ഗുണവുമില്ല. ക്രിസ്തുവിനെ നോക്കി പോകണം. ക്രിസ്തുവാണ് മുന്നേ നിൽക്കുന്നത്, ക്രിസ്തുവാണ് ഏകലക്ഷ്യം. അങ്ങോട്ട് നോക്കി പോകണം. സഹായിക്കാൻ വേറെ ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിൽപ്പുണ്ടെന്ന് ചിലരൊക്കെ പഠിപ്പിക്കും. അങ്ങനെയൊന്നുമല്ല. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരെ നോക്കിപ്പോയാൽ ഓട്ടം ശരിയാകത്തില്ല. മുന്നോട്ട് നോക്കണം. ആ ക്രിസ്തുവിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനും. ആരാണ് യേശു ക്രിസ്തു? അവൻ വിശ്വാസത്തിൻ്റെ നാഥനാണ്. അതോർക്കണം. ആരെങ്കിലും ഒരാളല്ല. നമ്മുടെ വിശ്വാസത്തിന് നമ്മൾക്ക് വിശ്വാസം തന്നത് യേശു ക്രിസ്തുവാണ്. ആ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത്, വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് യേശു ക്രിസ്തുവാണ്. അവനാണ് വിശ്വാസത്തിൻ്റെ നാഥൻ. അവനെ മുന്നിൽ കണ്ട് അവനെ ലക്ഷ്യം വെച്ച് ഓടണം. ആ വിശ്വാസത്തെ പൂർണ്ണതയിലെത്തിക്കുന്നവനവൻ. വിശ്വാസം എന്ന് പറയുന്നത് വളർന്ന് വലുതായി വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ്. ഇസ്രായേലിൽ പോലും ഇവനെപ്പോലെയുള്ള ഒരു വിശ്വാസം ഇവൻ്റേതുപോലെയുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ശതാധിപനെക്കുറിച്ച് യേശു പറയുന്നു.
നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ പൂർണ്ണത കടുകുമണി പോലെ ഉണ്ടെങ്കിൽ ഈ സിക്കമീൻ വൃക്ഷത്തോട് വേരോടെ ഇളകി കടലിൽ ചെന്ന് നടപ്പെടുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും. ആ വൃക്ഷം നിങ്ങളെ അനുസരിക്കും. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് അത് വളർന്ന് വർദ്ധിക്കുന്നതാണ്. പൂർണ്ണതയിലെത്തിക്കും ആര്? യേശുക്രിസ്തു തന്നെ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി അവനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സഹിച്ചു. അത് നമ്മൾ ഓർക്കണം. പത്രോസ് 1 പത്രോസ് 2:23 പത്രോസ് പറയുന്നു, ക്രിസ്തുവിൻ്റെ സൗമ്യത ഇങ്ങനെയാണ്: നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല, പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. തിരിച്ച് നിന്ദിച്ചിട്ടൊന്നുമില്ല. അടിക്കുമ്പോൾ അടി കൊള്ളുകയാണ്, തിരിച്ചടിക്കുന്നില്ല. യേശുക്രിസ്തു കഴുതയുടെ പുറത്ത് കയറി യാത്ര ചെയ്തതും താഴ്മയെ കാണിക്കുന്നതാണ്. മത്തായി 21:4-5 പറയുന്നു, പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകേണ്ടതിനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിൻ്റെ അടുത്തേക്ക് വരുന്നു. അന്ന് ഓശാന ഞായറാഴ്ച ആൾക്കാർക്ക് കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലായി. പിന്നീട് അത് ശിഷ്യന്മാർക്കൊക്കെ നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. യെശയ്യാ 53:7 ഒരു കാര്യം എഴുതിയിരിക്കുന്നു. 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവചിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ സൗമ്യതയെക്കുറിച്ച് യെശയ്യാ പറഞ്ഞിരിക്കുകയാണ്. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ഇതാണ് സൗമ്യത. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 29-ാം വാക്യം 6-ാം അധ്യായം, എതിർത്ത് നിൽക്കുന്നത് സൗമ്യതയുടെ അടയാളമല്ല. നമ്മൾ എതിർക്കാതെ നിൽക്കാമെങ്കിൽ അത് സൗമ്യത കാണിക്കുന്നതാണ്. യേശു പഠിപ്പിക്കുന്നു, ഒരു ചെകിട്ടത്തെ അടിക്കുന്നവനെ മറ്റേ ചെകിട്ട് കൂടി കാണിച്ചു കൊടുക്കുക, മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. സൗമ്യതയെക്കുറിച്ച് തന്നെ നമുക്ക് കുറച്ചുകൂടി ചിന്തിക്കാനുണ്ട്. ഇന്ന് സമയത്തിൻ്റെ പരിമിതി നിമിത്തം ഇവിടെ നിർത്താമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടത് കർത്താവ് എത്ര സൗമ്യനായിരുന്നു, നമ്മളും അത് അനുകരിക്കണം. ശാന്തശീലനായിരുന്നു. നന്മ പ്രവൃത്തികൾ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അത് നമ്മുടെ സുവിശേഷ വേലയുടെ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. സൽപ്രവൃത്തികൾ ചെയ്യണം. എപ്രകാരമാണ്? ഉപവാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക, ദാനം ചെയ്യുക, ഔദാര്യപൂർവ്വം ചെയ്യുക, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. സുവിശേഷത്തിൻ്റെ വേലയുടെ ഒരു വശമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മളെ രക്ഷ പ്രാപിക്കുന്നത്. അവനുള്ള വിശ്വാസത്താൽ നമ്മൾ മുന്നേറണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആമേൻ.